ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രതാപൻ ദൈവത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്നുണ്ടായിരുന്നു. ഇവർ വളരെ സന്തോഷത്തിലായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി മാറ്റിവെച്ച കേസായിരുന്നു. 15-ാം തീയതി ഭയങ്കരമായിട്ട് വക്കീല് സാർ 32,000-ൻ്റെ പരാതിയേ ഉള്ളൂ, നമുക്ക് 212 കോടിയുടെ പിടിച്ചു വെച്ചിട്ടുണ്ട് സാർ, അതുകൊണ്ട് നമ്മൾ പ്രതാപൻ ദൈവത്തിനെ തുറന്നു വിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു 212 കോടിയുടെ രേഖ കാണിക്കൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്തിനെവിടെ 212 എവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിരുന്നു. ഈ കോടതിയുടെ ട്രയൽ ഈ കേസിൻ്റെ ട്രയൽ വേറൊരു കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ട്രയലിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ കോടതി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത് ഈ വക്കീൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ബൊക്കയും മാലയും വെടികളും ഒക്കെ പടക്കങ്ങളുമായിട്ടൊക്കെ ആയിരുന്നു ഇന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറിയത്. പക്ഷേ എന്തോ അത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഉപയോഗിച്ചാലും കൊള്ളൂല എന്നാണ് പറയാനുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു 10:45 തന്നെ സംഭവങ്ങൾ എടുത്തു. 213 കേസ്. അപ്പോൾ ഇഡിക്ക് വേണ്ടിയിട്ട് ജയശങ്കർ വി നായർ ആണ് ഹാജരായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഫയൽ ചെയ്യാം, നമുക്ക് സമയം വേണം എന്നുള്ള രീതിയിൽ സമയം ചോദിച്ചു. അപ്പോൾ അത് 27-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി മാറ്റിവെച്ചു. അപ്പോൾ 28-ാം തീയതി മാറ്റിവെച്ചതായിട്ടാണ് കാണുന്നത്. ഇന്ന് വളരെ മറ്റ് പലതും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ വക്കീലന്മാർ ആരോപിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള കേസ് അല്ല എന്ന് പറയേണ്ടി വരും. ഈ 212 കോടിയും അതൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. ഒരു കുറ്റത്തിൻ്റെ ആകെ തുകയാണ് ആ ഒരു തുക എന്ന് പറയുന്നത്. ഇവർ നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ്സും നടത്താതെയാണ്, മണി ചെയിൻ നടത്തിയിട്ടാണ്, പോൺസി സ്കീം നടത്തിയിട്ടാണ് ഇത്രയും കോടി മിച്ചം വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് ഇവർക്ക് അർഹതപ്പെട്ട പണമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിടിച്ചിരിക്കുന്ന 3100 കോടിയിൽ നല്ലൊരു ശതമാനം തുക വിദേശത്ത് കടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞതാണ്. അത് ഇവരുടെ CEO ആയ ശ്രീമതി ശ്രീന പ്രതാപൻ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ വിദേശത്തേക്ക് കടത്തിയത് കമ്പനിയുടെ പണമല്ല എന്നും അത് ലീഡർമാരുടെ പണമാണെന്നുമാണ് ശ്രീന പ്രതാപൻ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഫെമ ആക്ടിൻ്റെ ലംഘനം കൂടിയാണ്, അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ഒരാൾക്ക് അങ്ങനെ എത്ര എളുപ്പമൊന്നും ഊരിപ്പോരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് കോടതിയിൽ നാടകീയമായ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലതും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് നടന്നത് എന്ന്. അപ്പോൾ മറ്റു പലരും ഈ കേസിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കോടതിയിൽ കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുക എന്നത് വളരെ കടുപ്പം പിടിച്ച, എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, കടുപ്പം പിടിച്ച പ്രോസസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു തട്ടിപ്പ് കേസാണെങ്കിൽ അദ്ദേഹം തട്ടിച്ച പരാതിയേക്കാൾ കൂടുതൽ ഇവിടെ ജാമ്യമായിട്ട് അല്ലെങ്കിൽ ബോണ്ടായിട്ട് ഇവിടെ കിടക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജാമ്യം കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവിടെയുള്ളത് പിടിച്ചെടുത്ത മുഴുവൻ തുകയും തട്ടിപ്പ് തുകയാണ്. ഇവരുടെ നിയമപരമായിട്ടുള്ള യാതൊരുവിധ ബിസിനസ്സും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ ID എന്നുള്ള തട്ടിപ്പ്, ബോണ്ട് എന്നുള്ള തട്ടിപ്പ്, നമ്മുടെ ഗ്രോസറി ബോണ്ട് എന്നുള്ള മറ്റൊരു തട്ടിപ്പ്, DSCO ബോണ്ട് എന്നുള്ള മറ്റൊരു തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി എന്നുള്ള രാജ്യാന്തര കുറ്റം, ഇന്ത്യയുടെ സമ്പത്ത് തന്നെ വിദേശത്തേക്ക് അയച്ചു. ഇന്ത്യയുടെ അത് ക്രിപ്റ്റോ കറൻസി വഴി വിദേശത്തേക്ക് അയച്ചു എന്നുള്ള ഗുരുതരമായ
കുറ്റങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ കെ ഡി പ്രതാപൻ. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കെ ഡി പ്രതാപൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യത്തിൻ്റെ കാര്യം ഗോപിയാണ്. നമുക്ക് കണ്ടറിയണം ഇനി അടുത്ത 28-ാം തീയതി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജാമ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാർ എന്താണ്